ഞാൻ നിങ്ങളെ കാണുമ്പോൾ തൊട്ട് മുമ്പ് ഞങ്ങൾ ഷൈൻ ടോം ചാക്കോയെ ഇവിടെ വിളിച്ചു വരുത്തി. ഞങ്ങൾ ഷൈൻ ടോം ചാക്കോയായിട്ട് സംസാരിച്ചു. അത് അദ്ദേഹത്തിൻ്റെ സംഘടനയായ അമ്മയെ അറിയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ആ സംഘടനാ മര്യാദ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ പ്രൊഫഷണലായിട്ടുള്ള അസിസ്റ്റൻസ് തേടേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഈ ശീലത്തിൽ നിന്ന് വെളിയിൽ വരാൻ അദ്ദേഹം അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളോടും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശീലത്തിൽ നിന്ന് വെളിയിൽ വരണമെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ അസിസ്റ്റൻസ് ആവശ്യമുണ്ട്. അതിൽ അദ്ദേഹം തിരുത്തണം. അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്ന അവസാനത്തെ അവസരമാണ്. ഒരു തരത്തിലും ഇനി ഇത്തരത്തിലുള്ള പെരുമാറ്റവുമായിട്ട് മുമ്പോട്ട് പോകുന്ന ആളുകളുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത് ഞങ്ങളുടെ അംഗങ്ങളാവട്ടെ ആരുമാവട്ടെ. ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ 6 മാസത്തിനിടയിൽ സിനിമ നിർമ്മാണം 45% കുറഞ്ഞിട്ടുണ്ട്. 45% കുറഞ്ഞിട്ടുണ്ട്. കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നിർമ്മാതാക്കൾ തുടങ്ങിയവർ മലയാള സിനിമയിൽ മുതൽ മുടക്കാൻ ഇപ്പോൾ അത്രയധികം തയ്യാറാവുന്നില്ല. കാരണം എന്താണ്? കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ വന്ന സംഭവ വികാസങ്ങൾ നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ പൂർണ്ണമായും വരുന്ന ഒരു ചിത്രം എന്താണ്? മലയാള സിനിമയിൽ ഡ്രഗ് കാർട്ടൽ ഭയങ്കരമായിട്ട് പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഞാൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഒന്നിനു പുറകെ മറ്റൊന്നായി വരുന്ന വാർത്തകൾ ചേർന്ന് അങ്ങനെ ഒരു പൊതുചിത്രം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിന് മാധ്യമങ്ങളെ പഴിചാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഈ ഇൻഡസ്ട്രി, ഈ വ്യവസായം അടുത്ത 2-3 മാസത്തിനുള്ളിൽ പൂർണ്ണമായും നിശ്ചലമായാൽ പോലും അത്ഭുതപ്പെടാനില്ല. ആ രീതിയിലാണ് പ്രൊഡക്ഷൻ താഴോട്ട് പോകുന്നത്. OTT പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിലെമ്പാടും സിനിമ എടുക്കുന്നതിൽ വളരെ കർശനമായ വ്യവസ്ഥ കൊണ്ടുവരുന്നു. മലയാള സിനിമയിൽ അതിനെയാണ് അത് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത്. അപ്പം മുതൽ മുടക്കാൻ ആളുകളില്ല, റവന്യൂ വെർട്ടിക്കലുകൾ മോശമാകുന്നു. പിന്നെ ഈ വ്യവസായത്തിലെ നിലനിൽക്കുന്ന അന്തരീക്ഷത്തെക്കുറിച്ച് ഉണ്ടാകുന്ന പൊതുചിത്രം ഒട്ടും പ്രോത്സാഹനജനകമല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇത്തരം പെരുമാറ്റ ശീലങ്ങളുള്ള ആളുകളുമായി സഹകരിച്ച് മുൻപോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹമായിട്ട് തുറന്ന് ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരവസരം കൂടി വേണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങളോട് തുറന്ന് പറയുകയാണ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരവസരം കൂടി വേണം എന്നുള്ളതാണ്. ഷൈൻ പ്രതിഭാധനനായ ആക്ടറാണ്, ചെറുപ്പക്കാരനാണ്. നമ്മൾ കുറ്റവാളികളെ കാണുന്നത് പോലെയല്ല ഇങ്ങനെയുള്ളവരെ കാണേണ്ടത്. ഇങ്ങനെ ഉള്ള ശീലങ്ങളിൽ അടിപ്പെട്ടു പോകുന്നവരെ അവർക്ക് തിരുത്താൻ ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് മാനുഷികമായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത്. പക്ഷേ ആ മാനുഷികമായിട്ടുള്ള നിലപാടിനെ ദൗർബല്യമായി വ്യാഖ്യാനിക്കേണ്ടതില്ല. കർക്കശമായ സമീപനമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. അദ്ദേഹത്തോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങൾ പരിഹരിച്ച് വന്നാൽ മാത്രമേ അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്ക് സഹകരിക്കാൻ സാധിക്കൂ. അത് പരിഹരിക്കും എന്നാണ് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ആ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഞങ്ങൾ യാത്ര അയച്ചിരിക്കുന്നത്. ആ ഉറപ്പ് അദ്ദേഹം പാലിച്ചാൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും നല്ലൊരു നടനെ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റും. പാലിച്ചില്ലെങ്കിൽ അത് ഞങ്ങൾക്കും അദ്ദേഹത്തിനും ഒരുപോലെ ദുഃഖകരമായ തീരുമാനങ്ങളിലായിരിക്കും അത് കലാശിക്കുകയാണ്. ഇത് ഒരു ഷൈൻ ടോം ചാക്കോയിൽ ഒതുങ്ങുന്നില്ല എന്നും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു.